നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യത്ത് സാധാരണക്കാരന്റെയും ചെറുകിട കച്ചവടക്കാരുടെയും കുടുംബ ബജറ്റ് പൂർണ്ണമായും തകിടം മറിച്ചുകൊണ്ട് പാചകവാതക വില കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള 19 കിലോയുടെ LPG സിലിണ്ടറിനെ ഒറ്റയടിക്ക് 42 രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. പുതിയ വില വർധനവോടെ ഡൽഹിയിൽ വാണിജ്യ സിലിണ്ടറിന്റെ വില 3113 രൂപ 50 പൈസ ഉയർന്നു. മെയ് മാസം ആദ്യ വാരത്തിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് 993 രൂപയോളം കുത്തനെ കൂട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ രാജ്യത്തെ ഹോട്ടൽ റെസ്റ്റോറന്റ് വ്യവസായം മുമ്പ് എങ്ങുമില്ലാത്ത വിധം കടുത്ത പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുകയാണ്. വാണിജ്യ സിലിണ്ടറുകൾക്ക് പുറമെ 5 കിലോയുടെ ഫ്രീ ട്രേഡ് LPG സിലിണ്ടറുകളുടെ വിലയിലും 11 രൂപയുടെ വർധനവ് വരുത്തിയിട്ടുണ്ട്. ഇതോടെ 5 കിലോ സിലിണ്ടറിന്റെ വില ഡൽഹിയിൽ 821 രൂപ 50 പൈസയായി. നിലവിൽ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റമില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വാണിജ്യ സിലിണ്ടറുകളുടെ വിലക്കയറ്റം വിപണിയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകും. ഹോട്ടലുകൾ, തട്ടുകടകൾ, ബേക്കറികൾ, കാറ്ററിംഗ് സ്ഥാപനങ്ങൾ എന്നിവയെല്ലാം ഇതോടെ വലിയ പ്രതിസന്ധിയിലായി. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ വില വർധനവ് ഹോട്ടൽ വ്യവസായത്തെ കടുത്ത അനിശ്ചിതത്വത്തിലേക്കാണ് തള്ളിവിടുന്നത്. കോവിഡിന് ശേഷമുള്ള പ്രതിസന്ധികളിൽ നിന്ന് കഷ്ടിച്ച് കരകയറി വന്ന ഹോട്ടൽ മേഖലയ്ക്ക് ഈ തീരുമാനം വലിയൊരു പ്രഹരമായി മാറി. പാചകവാതക വില കുതിച്ചുയർന്നതോടെ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഹോട്ടൽ ഉടമകൾ. ഇത് സാധാരണക്കാരായ ഉപഭോക്താക്കളുടെ പോക്കറ്റ് ചോർത്തും. വില കൂട്ടിയാൽ ആളുകൾ ഹോട്ടലുകളിൽ നിന്ന് അകലുമെന്നും വില കൂട്ടിയില്ലെങ്കിൽ സ്ഥാപനം പൂട്ടിപ്പോകുമെന്നുള്ള ഇരട്ട പ്രതിസന്ധിയിലാണ് ഇപ്പോൾ വ്യാപാരികൾ ഉള്ളത്. പാചകവാതക വിലക്കയറ്റത്തിനൊപ്പം രാജ്യം നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണിയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന പാചകവാതക ക്ഷാമം. അന്താരാഷ്ട്ര വിപണിയിലെ വിതരണ ശൃംഖലയിൽ ഉണ്ടായ തടസ്സങ്ങളും ആഭ്യന്തര വിപണിയിലെ കടുത്ത നിയന്ത്രണങ്ങളും കാരണം വരും മാസങ്ങളിൽ LPG സിലിണ്ടറുകളുടെ ലഭ്യതയിൽ കടുത്ത കുറവുണ്ടാകുമെന്നാണ് സൂചന. ആവശ്യത്തിന് സിലിണ്ടറുകൾ യഥാസമയം വിതരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ മാത്രമല്ല വരും ദിവസങ്ങളിൽ ഗാർഹിക മേഖലയെയും ബാധിച്ചേക്കാം. ചൂഷണം ഇത്രമാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ് സാധാരണക്കാരെ ഏറെ ദുരിതത്തിലാക്കുന്നത്. വിപണിയിൽ പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനവില ഇതിനകം തന്നെ ഉയർന്ന നിരക്കിലാണ് തുടരുന്നത്. ഇന്ധനവില കൂടിയതോടെ ചരക്ക് കൂലി വർദ്ധിക്കുകയും പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില പൊതുവിപണിയിൽ കുതിച്ചുയരുകയും ചെയ്തു. ഇതിന് തൊട്ടു പിന്നാലെയാണ് സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യ ഘടകമായ പാലിനും വില വർദ്ധിപ്പിച്ചത്. പാൽ വില കൂടിയത് ചായ, കോഫി, ബേക്കറി പലഹാരങ്ങൾ എന്നിവയുടെ ഉൽപാദന ചെലവ് വീണ്ടും കൂട്ടി. പെട്രോളും ഡീസലും പാചകവാതകവും പാലും ഒരുപോലെ വില കയറുമ്പോൾ തകരുന്നത് സാധാരണക്കാരുടെ നടുവൊടിയുന്ന അവസ്ഥയാണ്. നിത്യവരുമാനക്കാരായ തൊഴിലാളികൾക്കും ഇടത്തരക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഹോട്ടൽ ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരായ ജീവനക്കാർ, വിദ്യാർത്ഥികൾ, IT ജീവനക്കാർ എന്നിവരെയെല്ലാം ഭക്ഷണവിലയിൽ ഉണ്ടാകുന്ന മാറ്റം നേരിട്ട് ബാധിക്കും. ചായയ്ക്കും ഊണിനും ലഘുഭക്ഷണങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില കൂട്ടാൻ ഹോട്ടൽ ഉടമകൾ നിർബന്ധിതരാകും. ഇന്ധനവില ഉയർന്നു തന്നെ നിൽക്കുന്ന സാഹചര്യത്തിൽ പാചകവാതകത്തിന് വീണ്ടും വില കൂട്ടിയ എണ്ണ കമ്പനികളുടെ നടപടിക്കെതിരെ രാജ്യവ്യാപകമായി കടുത്ത പ്രതിഷേധമാണ് ഉയരുന്നത്. അശാസ്ത്രീയമായ വില നിർണയ രീതിയാണ് കമ്പനികൾ തുടരുന്നതെന്നും സബ്സിഡികൾ വെട്ടിക്കുറച്ചതും വാണിജ്യ സിലിണ്ടറുകളെ അമിതമായി ആശ്രയിക്കുന്ന ചെറുകിട വ്യാപാരികളെ ദ്രോഹിക്കുന്നതുമാണെന്ന് വ്യാപാരി വ്യവസായി സംഘടനകൾ ആരോപിക്കുന്നു. വിലക്കയറ്റം നിയന്ത്രിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാണ്. വാണിജ്യ സിലിണ്ടറുകളുടെ നികുതി ഘടനയിൽ ഇളവ് വരുത്തുകയോ ഹോട്ടൽ വ്യവസായത്തിന് പ്രത്യേക പാക്കേജുകൾ അനുവദിക്കുകയോ ചെയ്യാത്ത പക്ഷം ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഈ മേഖല വലിയ തൊഴിലില്ലായ്മയിലേക്ക് നീങ്ങുമെന്നാണ് വിലയിരുത്തൽ. വരും ദിവസങ്ങളിൽ ഹോട്ടൽ ഭക്ഷണ വില പുതുക്കി നിശ്ചയിക്കുന്നത് സംബന്ധിച്ചും ഹോട്ടൽ ഉടമകളുടെ സംഘടനകൾ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. വല്ലാത്തൊരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഭക്ഷണ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതും അത് ജനങ്ങളെ വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടിലാഴ്ത്തും. വരും ദിവസങ്ങളിൽ എന്തെങ്കിലും നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് തന്നെയാണ് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്.